ബോച്ചയും ഹണിറോസുമാണ് ഇപ്പോഴത്തെ താരങ്ങൾ. ബോച്ചയും ഹണിറോസും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ് ബോച്ചയും ഹണിറോസും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നത്തിനൊടുവിൽ ബോച്ച ഇപ്പോൾ ജയിലിലാണ്. ബോച്ചയുടെ മുൻകൂർ ജാമ്യമൊക്കെ കോടതി തള്ളിക്കളഞ്ഞു. പക്ഷേ ബോച്ചയ്ക്ക് ഈ കേസിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പൊളിറ്റിക്സ് കേരള ബന്ധപ്പെട്ട അഭിഭാഷകർ പറയുന്നു. പൊളിറ്റിക്സ് കേരള ബന്ധപ്പെട്ട അഭിഭാഷകർ പറയുന്നത് പ്രകാരം ബോച്ചെ വ്യക്തമായി ഹണിറോസിനെതിരെ അനാവശ്യം പറഞ്ഞിട്ടില്ല. കുന്തി ദേവി എന്ന പരാമർശം തെറ്റല്ല. കുന്തി ദേവി ഇതിഹാസത്തിലെ കഥാപാത്രമാണ്, അത് തെറ്റല്ല. മറ്റൊന്ന്, ബോച്ചയുടെ പരിപാടിയിൽ ഇപ്പോഴത്തെ നടി അവരെ അതിജീവിത എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്, കേരള സമൂഹം പങ്കെടുത്തിട്ടുണ്ട്. ഈ കുന്തി ദേവി പരാമർശത്തിന് ശേഷവും നടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അഭിഭാഷകൻ പൊളിറ്റിക്സ് കേരളയുടെ ലീഗൽ കൺസൾട്ടന്റ് ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, നടി പോലീസ് സ്റ്റേഷനിൽ വ്യക്തമായ ഒരു പരാതി കൊടുത്തിട്ടുമില്ല, പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, നടി ബോച്ചയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബോച്ചയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രതിഫലവും വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയം ആകുന്നില്ല കേരളത്തിൽ. ചുരുക്കത്തിൽ നിയമം അനുസരിച്ച് ബോച്ചെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ഒരുപാട് കടമ്പകൾ കടന്നുപോയ മനുഷ്യനാണ്. ഗാന്ധിക്കൊരു വസ്ത്രധാരണമുണ്ട്. ഗാന്ധിയെ തോൽപ്പിക്കുന്ന വസ്ത്രധാരണം ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അതാണ് ബോച്ചയുടെ പ്രത്യേകത. ബോച്ചെ ജയിലിലാണ്. ബോച്ചെ ഫാൻസ് ധാരാളമുണ്ട്. പക്ഷേ നടി പരാതി കൊടുത്ത സംഭവത്തിൽ ഒരുപാട് അസ്വാഭാവികതയും ഉണ്ട് എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ ലീഗൽ അഡ്വൈസർ ഞങ്ങളോട് പറഞ്ഞത്. ഒന്ന് പറയട്ടെ, ഞങ്ങളിപ്പോഴും നടിക്കൊപ്പമാണ്. പൊളിറ്റിക്സ് കേരള എന്ന ചാനൽ നടിക്കൊപ്പമാണ്. കാരണം ഇയാൾക്ക് പണം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയും. അല്ലെങ്കിൽ ആ തോന്നിയ ദിവസം വിളിച്ച് പറയുമ്പോൾ അതിന് ഒരു മാന്യതയും മറവും ഒക്കെ വേണം. ഇപ്പോൾ അവിടെ കോടതിയിൽ പോയി ബോച്ചെ ബോധം കെട്ട് വീണു, രക്തസമ്മർദ്ദം ഉയർന്നു, ബോച്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിയമപരമായി ബോച്ചയെ തകർത്ത് തരിപ്പണമാക്കാൻ നടിക്ക് കഴിയില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോവും. ബോച്ചയുടെ കൂടെ നിൽക്കുന്നത് ദിലീപിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ്. ദിലീപിന് വേണ്ടി വാദിച്ച രാമപിള്ള വക്കീലാണ്. മറ്റൊന്ന്, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നടിയുടെ സിനിമ റിലീസാകാൻ പോകുന്നു. അതൊന്നുമല്ല പ്രശ്നങ്ങൾ. നടിയുടെ സിനിമ റിലീസാകാൻ പോകുന്നതിനൊരു മുന്നോടിയായി നടി ഏറൊന്നുമല്ല. നടിക്ക് ഒരുപാട് വിഷമിച്ച് കാണും, കാരണം ഇയാൾ ഇങ്ങനെയൊക്കെ പറയും. ഏതായാലും ഈ കേസിൽ ബോച്ചയ്ക്ക് വലിയ ശിക്ഷയൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അയാൾ പ്രത്യേകിച്ച് ദുരുദ്ദേശപരമായി നടിയോട് പെരുമാറിയിട്ടില്ല. പ്രത്യേകിച്ച് ദുരുദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നടിക്കെതിരെ പെരുമാറിയിട്ടില്ല. ബോച്ചെ ഈ കേസിൽ കൂളായി പുറത്തു വരിക മാത്രമല്ല, ബോച്ചയുടേതായ രീതിയിൽ പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ.